ഡോക്ടറും നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം ഞാൻ കാണുന്നത്. ആദ്യമായി ഇത് തുടങ്ങാൻ തന്നെ കുറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഒരു നല്ലൊരു ഡോക്ടറെ കിട്ടിയിട്ടും പല അസോസിയേഷന്റെ പ്രശ്നങ്ങളും മറ്റൊക്കെ ആയിട്ട് നമുക്ക് തുടങ്ങാൻ നേരം വഴിക്കുക. നമ്മൾ നോമ്പിന്റെ മുന്നേ തുടങ്ങണമെന്ന് വിചാരിച്ചാൽ ഏതായാലും നോമ്പ് തീരുന്നതിന് മുന്നേ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ അത് എന്തായാലും നല്ലൊരു ഡോക്ടറും വളരെ സിൻസിയറായിട്ട് നമുക്കൊരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമുക്ക് വളരെ ഇങ്ങനത്തെ പരിചയമുള്ള ഡോക്ടറാണ്. അപ്പോൾ അതിന് വലിയൊരു നല്ല ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളെല്ലാവരും നമ്മളതിന്റെ ഉദ്ദേശം എന്തൊരു ചെറിയൊരു സൗകര്യം മാത്രമാണ്. അത് ക്ലിക്ക പറഞ്ഞ പോലെ നമ്മളത് വിപുലമായി എല്ലാവർക്കും കൂടുതൽ സൗകര്യങ്ങൾ രീതിയിലും ചെയ്ത് വലിയൊരു സ്ഥാപനമായി മാറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ ഇവിടെ കോതമംഗലം പീസ് വാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളൊക്കെ പോയി കണ്ട് അതാണ് നമുക്കുള്ള പ്രചോദനവും. വളരെ മനോഹരമായ ഒരു 13 ഏക്കറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അത്രയില്ലെങ്കിലും അതിനെക്കാട്ടി ഒരു ചെറിയ രൂപത്തിൽ ഒരു മിനിയേച്ചറായിട്ടുള്ള സാധനം നമുക്കിവിടെ ചെയ്യണം എന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ആരും ഞങ്ങളിവിടെ സൗജന്യമായിട്ടാണ് വരുന്നതെന്നോ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ ഭൂമിയിൽ ഒരേ ദൈവം സൃഷ്ടിച്ച ആളുകളാണ്. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് കുറച്ച് സൗകര്യം കൂടുതലുണ്ടാവും, ചില ആൾക്കാർക്ക് സൗകര്യം കുറവുണ്ടാവും. അതെല്ലാം സൗകര്യം കൂടുതലൊരു പരീക്ഷണമാണ്. സൗകര്യക്കുറവ് ഒരിക്കലും ഒരു ബലഹീനതയായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ നിങ്ങൾ ആരും കാണണ്ട. ആ സൗകര്യക്കുറവുള്ളവരെ സൗകര്യം കൂടുതലുള്ളവരെ എന്ത് ചെയ്യാൻ കൂടെ ചേർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥാനം മാത്രമാണ് ഈ ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ എന്നാണ്. ആ ഹോപ്പിന്റെ വാക്കിൽ പറയുന്ന വാതിൽ തന്നെയാണ് നമ്മളത്. അപ്പോൾ ഇത് നിങ്ങൾക്കൂടെ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കാം. അതുപോലെ തന്നെ ഉണ്ണിക്കേണ്ട അതിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ. ഇതൊരു സ്ഥലപരിമിതിയും വളരെ കുറച്ച് എക്യുപ്മെന്റ്സും ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു വിപുലമായ പരിപാടിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് മുന്നിൽ നമുക്കൊന്നുമില്ല, നമുക്കൊരു സ്ഥലമില്ല, നമുക്കതിന്റെ ഒരു സാമ്പത്തിക സ്രോതസ്സൊന്നും ഇപ്പൊ ഇല്ല. പക്ഷെ അതെല്ലാം സർവശക്തൻ നമുക്ക് എല്ലാം കാണിച്ചു തരും, അല്ലെങ്കിൽ എല്ലാം നമുക്ക് മുന്നിൽ കാണിച്ചു തരും എന്നുള്ളതാണ് നമ്മളെ എല്ലാവരും വിശ്വാസം. അത് അങ്ങനെയാണ് ഇങ്ങനത്തെ എല്ലാ സ്ഥാപനങ്ങളും ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് വലുതായിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഇവിടെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പൊ ഒരിക്കലും ഇത് ഞങ്ങൾ ഒരു സൗജന്യമായിട്ട് വരിക എന്നുള്ള തോന്നലുകളോ മനസ്സിൽ വേണ്ട. അത് നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മതത്തിൽ പറയുന്ന പോലെയും ഞങ്ങൾ സക്കാത്തൊക്കെ പറഞ്ഞ അവകാശങ്ങളാണ്. അല്ലാതെ നമ്മൾ എന്താണ് അതൊരു നിർബന്ധമായി നമ്മൾ കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, അതൊരു അവകാശമാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ തന്നെ സ്ഥാപനമായിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കിവിടെ ചെയ്യാം. നമുക്കൊരു പല ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, പല പ്രശ്നങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ സൗജന്യമായി ചെയ്യുന്നതുകൊണ്ട് പൈസ വാങ്ങി ചെയ്യുന്ന പല ആളുകൾക്കും അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ അതുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാനും ഒരു മാസത്തോളം നമ്മൾ ലേറ്റ് ആവും. കാരണം എന്താണ്? നമുക്ക് ആര് വന്നാലും അത് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. അവസാനം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു കർമ്മത്തിന് നല്ലൊരു പ്രവൃത്തി ഒരു മാസമായിട്ട് നിങ്ങൾ ഇവിടെ വരൽ തുടങ്ങി അല്ലേ? ഉണ്ടായിരുന്നു. ആ ഇപ്പൊ നിങ്ങൾക്ക് ഡോക്ടറൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. വെരി ഗുഡ്. നല്ല അനുഭവം. കുറെ സമാധാനപ്പെട്ടിട്ടുണ്ട്. ഉണ്ട് അല്ലേ? അപ്പൊ 90% മാറിയെന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് അവിടെ വന്നിരുന്നല്ലോ അല്ലേ? എക്സസൈസിലൂടെ അതുവരെ ഇപ്പൊ കുറച്ചപ്പോ ഒന്നുകൂടി സുഖമായി. നല്ലത്. നിങ്ങളെ കുഴപ്പമൊന്നുമില്ല, വളരെ നന്നായിട്ട് പോണല്ലേ? അല്ലേ? നല്ല അഭിപ്രായമാണ് അല്ലേ? വളരെ നന്നായിട്ട് നിങ്ങൾക്ക് അതിന്റെ അനുഭവങ്ങളൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് നന്നായി കിട്ടിയിട്ടില്ലേ? അല്ലേ? ഞാൻ 4 ദിവസമേ വന്നിട്ടുള്ളൂ. 4 ദിവസം. പക്ഷെ എനിക്ക് നല്ല ഇതായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞ എക്സസൈസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ജോലിക്ക് പോണ കാരണം വരാൻ പറ്റാത്തതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല ഇവിടുത്തെ എല്ലാതും നല്ല അഭിപ്രായം തന്നെയാണ് പറയാൻ. വെരി ഗുഡ്. നിങ്ങൾക്ക് അമ്മക്ക് എത്ര ആയി ഇവിടെ തുടങ്ങിയിട്ട്? 1 മാസമായി. എന്താണ്? ഓട്ടോറിക്ഷയിൽ കയറാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴോ? ആഹാ.
ആ ഇപ്പൊ വളരെ സുഖമായിട്ട് ഇപ്പൊ ഇറങ്ങാനും പറ്റുന്നുണ്ട്. ഇറങ്ങാനും പറ്റുന്നുണ്ട്, കയറാനും ഒക്കെ പറ്റുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, ഒരു അതന്നെ ഞങ്ങൾക്കും വേണ്ടിയത്, ഇങ്ങനെയൊക്കെ വേണ്ടി. എന്താ അല്ലേ? അതെ അതെ അതെ. ഞാനിവിടെ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു, 1 വീക്ക് കഴിഞ്ഞു. ഞാൻ വേറെ സ്ഥലത്താണ് ചെയ്തിരുന്നത്. ഇവിടുത്തെ ഡോക്ടർ നല്ല അഭിപ്രായമാണ് എനിക്ക്. നല്ല ഹാർഡ് വർക്കാണ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് റിലീഫ് ആവുന്നതാണ് ഇവിടെ അഭിപ്രായം. എത്ര ഇവിടെ തുടങ്ങിയിട്ട്? ഒരു 1 വീക്കായി. 1 വീക്കായി. കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലും സ്ഥലം? ഞാനിവിടെ തന്നെ കോളേജ്. എന്തായാലും വളരെ നന്നായിട്ട് നിങ്ങളെല്ലാവരും അല്ലേ, നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവർക്കും. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറെ തീരെ നടക്കാൻ വേണ്ടി അവിടെ വന്നത്. അത് ശരി. കുറച്ച് നടക്കലൊക്കെ തുടങ്ങി, വാക്കറുമായിട്ട് കുറച്ച് പിടിച്ച് നടക്കുന്നുണ്ട്. ഡോക്ടർ നല്ല ഡോക്ടറാണ്. ഞാൻ ഇന്നെ ആദ്യം മുതലേ മൂപ്പരും യൂസ് ചെയ്തിരുന്നു. ഈ ഡോക്ടറെ മുമ്പ് ചികിത്സിച്ചിരുന്നു. CH മൂപ്പരുണ്ടായിരുന്നു. ഞാൻ CH പോയിരുന്നു 1 മാസം. അവിടെ മൂപ്പരുണ്ടായിരുന്നു. വീട്ടിലൊന്നും ചെയ്ത് മൂപ്പരുന്നു. വളരെ നല്ല ഡോക്ടറാണ്. നല്ല എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം ക്ലിയർ ആണ്. അപ്പൊ അതന്നെ നമുക്ക് കിട്ടണ്ടേ അല്ലേ? സന്തോഷം തന്നെ, ഹാപ്പിയാണ്. എന്താണ് ഇത് കാര്യം? ഒരു പ്രശ്നമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നടക്കാനൊക്കെ പറ്റുണ്ടോ? ചെറുതായിട്ട്. ദിവസേന വരുന്നുണ്ടാ? 1.5 വരുന്നുണ്ട് അല്ലേ? ആ ഡോക്ടറൊക്കെ നന്നായി നോക്കണം, ചെയ്യണമൊക്കെ ഉണ്ടേ? അത് മതി ട്ടാ. മാമത് ഏറ്റവും സൂപ്പർ ഡോക്ടറാണ് പറഞ്ഞത്. അത് കേട്ടാ മതി. നമ്മൾ ഒരുമിച്ചിട്ട് അവിടെ ചികിത്സിച്ചില്ലേ? ഞാനുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ അവിടെ പോണില്ലേ? വളരെ വ്യത്യാസം. അവിടെയും പോകുന്നുണ്ട്. ഇവിടെ കൊണ്ടാണ് വ്യത്യാസം പോകുന്നത്. കുറച്ചും കൂടി വ്യത്യാസം, കുറച്ചുകൂടി നന്നായി തോന്നുന്നു. അവിടെ മോശമല്ല. പിന്നെ അവിടെ കുറെ കൂടുതൽ ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ കാണുന്നത് ഇവിടെ വരലുണ്ട് അല്ലേ? എന്താണ് നിങ്ങളെ ഒക്കെ ഇപ്പൊ ഇന്ന് വന്നതാണ് അല്ലേ? അപ്പൊ ഇന്ന് വന്നതാണ്. അപ്പൊ മറ്റുള്ള ആൾക്കാരൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംതൃപ്തി കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ വരൽ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി ഇവിടെ? ഒരു മാസമായി. എങ്ങനെ ഇപ്പൊ കൈയൊന്നും തീരെ പൊന്തിരുന്നില്ല? ഇപ്പൊ ഉഷാറായിട്ട് കൈയൊക്കെ പൊന്തിണ്ട്. ഡോക്ടർ നല്ല ഡോക്ടറാന്നാ പറഞ്ഞത്. വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല. ഞങ്ങളെ എന്ത് ചെയ്ത് ഞങ്ങൾ കുറച്ച് നല്ല ഡോക്ടർ തന്നെ കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഞങ്ങളിങ്ങനെ ഇപ്പൊ ഇവരെല്ലാവരും പറയണത് ഏറ്റവും നല്ല ഡോക്ടർ. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഹാപ്പിയാണ് അല്ലേ? എന്താണ്? ഭാര്യനായിട്ട് വന്നാണ്. പറഞ്ഞല്ലോ അല്ലേ? മൊത്തത്തിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അതാണ് ഞങ്ങൾക്ക് കിട്ടില്ലേ സന്തോഷം. നിങ്ങളെ സന്തോഷമാണ് ഞങ്ങളെ സന്തോഷം. അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കാം. നമുക്കിത് ചെയ്യാൻ, ഞങ്ങൾക്കിത് ചെയ്യാൻ, ഞങ്ങൾ ചെയർമാൻക്കിത് ചെയ്യാൻ, ഞങ്ങൾക്കിത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനോടനുബന്ധിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും വളരെ 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 സന്തോഷമായി നിങ്ങളുടെ ഈ ഫീഡ്ബാക്ക്.